ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ വൈകുന്നേരം മുതലേ നിരഞ്ജന പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് ഹലോ മമ്മി കാണണമെന്ന് കേട്ടോ. അപ്പോൾ ഈ ഹലോ മമ്മി സത്യത്തിൽ ഞാൻ അന്നാണ് കേൾക്കുന്നത് ഹലോ മമ്മി എന്നുള്ളൊരു ഫിലിം റിലീസായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ഹൊറർ ചിത്രമാണ്. അപ്പോൾ ഞങ്ങൾ പൊതുവേ ഹൊറർ ചിത്രം ത്രില്ലർ ചിത്രത്തിനൊക്കെ ഞങ്ങൾ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ പോകാമെന്ന്. അങ്ങനെ ശരത്തും കീർത്തനയും ഞാനും നിരഞ്ജനയും കൂടെയാണ് കേട്ടോ ഇന്നത്തെ സിനിമയ്ക്ക് പോകുന്നത്. മറന്നുപോയി കേട്ടോ, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ നമ്മുടെ ഹന ബേബിയും കൂടെയുണ്ട് കേട്ടോ. അപ്പോൾ ഹന ബേബി അവർ ഇതിനു മുമ്പ് ഒരു ദിവസം ഒരു സെക്കൻഡ് ഷോയ്ക്ക് കൊണ്ടുപോയിട്ട് അത് കംപ്ലീറ്റും ഇരുന്ന് കണ്ടു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ നമ്മൾ ഹന ബേബിയെ കൂടെ കൊണ്ടുപോകാനായിട്ട് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ അഥവാ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് സിനിമ കാണാൻ പറ്റാതിരുന്നാലും തിരിച്ചു വരാം എന്നുള്ള ധൈര്യത്തിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ പാരിപ്പള്ളിയിലുള്ള രേവതിയിലാണ് കേട്ടോ സിനിമ കാണാനായിട്ട് വന്നത്. അപ്പം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുക്കേണ്ടത്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ടിക്കറ്റ് എടുത്താണ് ഞങ്ങൾ സിനിമ കാണാനായിട്ട് കയറിയത് കേട്ടോ. അപ്പം പാർക്കിംഗ് ഏരിയയൊക്കെ വളരെ വലുതാണ്. അപ്പോൾ പാർക്കിങ്ങിലേക്ക് ഞങ്ങൾ കാറൊക്കെ ഇട്ടിട്ട് വന്നാണ് ഞങ്ങൾ കയറിയത്. അപ്പം നമുക്കിനി സിനിമയെപ്പറ്റി സംസാരിക്കാം കേട്ടോ. അപ്പം ഹലോ മമ്മി എന്നുള്ളത് ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ കോമഡി നിറഞ്ഞ ഒരു ഹൊറർ ഫിലിമാണ് കേട്ടോ. ഹൊറർ ഫിലിമാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് പേടി വരികയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിത്രത്തിൻ്റെ ഉടനീളം ചിരിപ്പിക്കുന്ന ത്രില്ലർ നിറഞ്ഞ ഒക്കെ ഉള്ള ഒരു അടിപൊളി സിനിമയാണ് കേട്ടോ ഈ ഒരു ഹലോ മമ്മി എന്ന് പറയുന്നത്. ഒരു അമ്മയുടെയും മോളുടെയും വൈകാരികമായ ഒരുപാട് സീനുകൾ നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഈ ഒരു ചിത്രം നിങ്ങളെല്ലാവരും പോയി കാണണം കേട്ടോ. നല്ല സൂപ്പറായിട്ടിരിക്കും, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്. ഞങ്ങളുടെ ഹനബാവ ഒരുപാട് സമയം നോക്കിക്കൊണ്ടൊക്കെ ഇരുന്ന് അവസാനം ഉറങ്ങിപ്പോയി കേട്ടോ.